ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഒരു വീക്കെൻഡ് സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുമായിട്ട് കിച്ചണിലാണ്. അപ്പോൾ ആദ്യം തന്നെ ചായ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു എഗ്ഗ് റെസിപ്പിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് സവോളയും തക്കാളിയും പൊടികളൊക്കെ ചേർത്തിട്ട് മുട്ട അതിൽ തന്നെ ചിക്കി ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇത് അപ്പത്തിനും അതുപോലെ തന്നെ ദോശയ്ക്കും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം വളരെ അടിപൊളിയായിട്ടുള്ള വളരെ സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഈ കറി എന്ന് പറയുന്നത് ഞാനൊരു കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ കൂടുതൽ വെക്കുന്നുണ്ട്. കാരണം ഈ ഒരു കറി എന്ന് പറയുന്നത് ഞാൻ ഇന്ന് അപ്പത്തിൻ്റെ കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ അപ്പമൊക്കെ ചേർത്ത് ഇത് കഴിക്കുമ്പോൾ നല്ല ക്വാണ്ടിറ്റിയിൽ ഇത് ഓട്ടോമാറ്റിക്കലി കഴിച്ചു പോകും. അപ്പോൾ ഒരു 4 മുട്ടയും അതുപോലെ തന്നെ 5-6 സവോളയൊക്കെ ചേർത്തിട്ട് കുറച്ച് ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ ഞാൻ കറി വെക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് സൈഡ് ഡിഷാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ രാവിലത്തെ കിച്ചൺ വിശേഷം. അപ്പോൾ രാവിലത്തെ കിച്ചണിലെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അപ്പം ചുടണേൻ്റെ കറി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ചൂട് അപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. പിന്നെ ചായ ഏലക്കയും തേയിലപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ചായയും അത്യാവശ്യം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഈ കറിയുടെ റെസിപ്പി ഞാൻ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാനൊരു ദിവസം നെക്സ്റ്റ് ഡേയിൽ വല്ലതും ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. കാരണം ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ഇനിഷ്യൽ കുക്കിംഗ് ചെയ്യുന്നവർക്ക് ഇനിഷ്യൽ സ്റ്റേജ് കുക്കിംഗ് ചെയ്യുന്നവർക്കും ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഗ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അപ്പം എനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ 1 കപ്പ് ചൂട് ചായ എടുക്കുന്നുണ്ട്. 2 അപ്പവും 1 കപ്പ് ചൂട് ചായയും. പിന്നെ ഈ കറിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. കാരണം ഭയങ്കര ഇഷ്ടമാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ ഈ ഒരു കറി ഞാൻ 2 ദിവസത്തേനാണ് വെച്ചത്. അപ്പോൾ ഈ ഡേയിൽ ഞാനിത് അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നെക്സ്റ്റ് ഡേയിലും ഈ കറി കഴിക്കുന്നുണ്ട്. അത് നമ്മൾ പൂരിയുടെ കൂടെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാത്തിനും സൂപ്പറായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നൈസ് പത്തിരിക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും അപ്പത്തിന് ദോശയ്ക്ക് പൂരിക്ക് ഇടിയപ്പത്തിന് എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള കറിയൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടൊന്ന് തട്ടിക്കൂട്ടി ആർക്ക് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ കറി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ സാറ്റർഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അത്യാവശ്യം സമയമുണ്ടായിരുന്നു. കാരണം മോൾക്ക് സ്കൂളോ ഇക്കാക്ക് ഓഫീസോ ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് കുക്ക് ചെയ്യാനായിട്ട് കയറിയത്. പിന്നെ പതിയെ സാവകാശം അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട കറിയും കാര്യങ്ങളൊക്കെ കൂട്ടി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. വളരെ ടേസ്റ്റിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. പണ്ട് മുതൽ കൊച്ചിലെ മുതൽ ഇത് വീട്ടിൽ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു കറിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളിതാ 2 മാംഗോ എടുത്തു. നല്ല മധുരമൊക്കെയുള്ള നല്ല സൂപ്പർ മാംഗോ. അപ്പോൾ ആ മാംഗോനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. കാരണം മക്കൾക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാനായിട്ട് കട്ട് ചെയ്ത് നല്ല മധുരമുള്ള മാംഗോ ആണ്. അപ്പോൾ മക്കൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കൊടുക്കാൻ. ഞാൻ പക്ഷേ ഇങ്ങനെയല്ല കഴിക്കുന്നത്. ഞാൻ ഈ മാങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അങ്ങനെ ഞാൻ ഉപ്പും മുളക് പൊടിയും കൂടെ ചാലിച്ചേച്ചാണ് ഇന്ന് മാങ്ങാപ്പഴം കഴിക്കാൻ പോകുന്നത്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ്. പച്ചമാങ്ങയിൽ കോമൺ ആയിട്ട് എല്ലാവരും ഇങ്ങനെ റെഡിയാക്കി കഴിക്കും. പഴുത്ത മാങ്ങയിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണം എന്ന് ഉറപ്പില്ല. ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവാം. എനിക്കെന്താണേലും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും മാങ്ങ ഇങ്ങനെ പഴുത്ത മാങ്ങ തന്നെയായിട്ട് കഴിക്കാതെ ഇടയ്ക്ക് ഇങ്ങനെ മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെയും കഴിക്കാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ആ
ആ ഒരു നല്ല മധുരമുള്ള മാങ്ങ ആ എരിവോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അത് ഒരു ബൗള് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോഴത്തേനും ഇങ്ങനെ ഉപ്പും മുളകും ഇട്ടിട്ട് ഒരു ബൗള് മാംഗോ കഴിച്ചു. പിന്നെ മക്കൾക്ക് ഞാൻ കാണിച്ചല്ലോ, ഡയറക്റ്റ് സാദാ മാംഗോ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് മക്കൾക്ക് കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ചോറ്, കറി, കുക്കിങ് അങ്ങനെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ലഞ്ചിന് ഇന്ന് കാര്യമായിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് അത്യാവശ്യം നല്ല ലേറ്റായിട്ടാണ് ഇപ്പോൾ ചായയും അപ്പവും ഒക്കെ കഴിച്ചത്. അപ്പോൾ ലഞ്ചിന് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ചിക്കിങ്ങിൽ നിന്ന് പിസ്സ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്സയാണ് ചിക്കൻ ബാർബിക്യൂ പിസ്സ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേനും ചായയോ കാപ്പിയോ അങ്ങനെയൊന്നും റെഡിയാക്കിയില്ല. പിസ്സ, നല്ല ചൂട് പിസ്സ, ചീസി ചൂട് പിസ്സ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോം ഡെലിവറിയാണ് ചെയ്തത്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് ഒരു 15 മിനിറ്റിൽ വീട്ടിൽ പിസ്സ എത്തി. അങ്ങനെ ചിക്കനും ടോപ്പിങ്സ് ആയിട്ട് ചിക്കനും അതുപോലെ തന്നെ ബാർബിക്യൂ സോസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ബാർബിക്യൂ സോസും അതുപോലെ തന്നെ ചിക്കനും കുറച്ച് കൂടുതൽ ചീസും ടോപ്പിംഗ് ആയിട്ട് പിന്നെ കുറച്ച് പൈനാപ്പിളും അങ്ങനെ കുറച്ച് ഐറ്റംസ്, കുറച്ച് വെജീസും ഒക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു പിസ്സ. അങ്ങനെ പിസ്സ ഒരു 2-3 സ്ലൈസ് കഴിച്ചു. അപ്പോൾ വൈകുന്നേരത്തെ നമ്മുടെ ഫുഡെന്ന് പറയുന്നത് പിസ്സയായിരുന്നു. അപ്പോൾ ലഞ്ച് കാര്യമായിട്ട് ഞാനൊന്നും കഴിച്ചില്ല. ആ മാംഗോ ഒക്കെ കഴിച്ച് അങ്ങ് ഇരുന്നതേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും വിശന്നു. പിന്നെ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ പിസ്സ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇന്ന് രാത്രി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പം നമുക്ക് നോക്കാം രാത്രിത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ചൂടായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചീസി ആയിട്ടുള്ള ആ ബാർബിക്യൂ സോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ചിക്കൻ ബാർബിക്യൂ പിസ്സ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ബാർബിക്യൂ സോസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് വെറുതെ ചിക്കൻ ഫ്രൈയുടെ കൂടെയൊക്കെ ബാർബിക്യൂ സോസ് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓരോരോ പീസായിട്ട് ഓരോരോ സ്ലൈസായിട്ട് നമ്മുടെ പിസ്സ കഴിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചായയും കാപ്പിയോ അങ്ങനെ കുടിക്കാനോ ഒന്നും എടുത്തൊന്നുമില്ല. അപ്പം പിസ്സ അങ്ങ് കഴിച്ചതേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മളൊന്ന് പുറത്തൊക്കെ പോയായിരുന്നു. അപ്പോൾ പുറത്ത് പോയ വീഡിയോയും കാര്യങ്ങളും ഒന്നും ഞാൻ എൻ്റെ ഈ വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോയായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഡിന്നറായിട്ട് കഴിക്കുന്നത് മിനി ഇഡ്ഡലീസ് ആയിരുന്നു. അപ്പോൾ മിനി ഇഡ്ഡലി എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഒരു 4-5 ഇഡ്ഡലി ചേരുന്നതാണ്. നോർമൽ ബിഗ് ഇഡ്ഡലിയുടെ ഒരു 4-5 എണ്ണം മിനി ഇഡ്ഡലി ചേർത്ത് വെച്ചാലാണ് ഒരു ബിഗ് ഇഡ്ഡലി എന്ന് പറയുന്നത്. അപ്പം ഇത് തീരെ ചെറിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിനി ഇഡ്ഡലീസ്. അപ്പോൾ ഞാൻ മിനി ഇഡ്ഡലീസ് എടുത്തു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൂടുതൽ സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അപ്പോൾ ഇത് സാറായിക്കും എനിക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ 2 പേർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഒരുമിച്ചങ്ങ് പ്ലേറ്റിൽ സെർവ് ചെയ്ത് ഒരുമിച്ചങ്ങ് സ്പൂണിൽ കോരി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മിനി ഇഡ്ഡലിയും സാമ്പാറുമാണ് നമ്മൾ രാത്രി കഴിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് കുറച്ച് ദോശയും ചട്നിയും വെച്ച് അതും കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഡിഷസാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.